ഹായ്. പിന്നെ എല്ലാവരും പരാതി പറഞ്ഞു എന്താണ് സുണ്ടപ്പനെ മാത്രമേ കറക്കാൻ കൊണ്ടുപോകത്തുള്ളൂ, ഇവരെ കൊണ്ടുപോകത്തില്ലേ എന്ന് ചോദിച്ചു. ഇവർക്ക് ഞങ്ങൾക്ക് കൈകൊട്ടിക്കളിയുണ്ട്, ശ്രീ കുരുമ്പ കൈകൊട്ടിക്കളി സംഘം ചന്ദ്രൂർ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒത്തിരി കളികൾ കിട്ടുന്നത് കൊണ്ടാണ് അല്ലെ പിള്ളേർക്ക് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നത് അല്ലേ. അല്ലാതെ അപ്പം ഇവർക്ക് എന്താണ് ജ്യൂസ് തുറന്നു തരാനോ? അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഇവരെ ഒന്നിനും കാണാനോ കേൾക്കാനും പറ്റാത്തത്. അതുകൊണ്ട് ആ പരാതിയും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഇവരെ ലുലുവിൽ കൊണ്ടുപോകാൻ വെച്ചിരിക്കുകയാണ്. ഭയങ്കര ആഗ്രഹം. അപ്പം ലുലു പോകാനായിട്ട് അതിനുള്ളൊരു ആള് അത് തന്നെ അത് ഇതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളിപ്പോൾ ലുലുവിൽ കയറാൻ വേണ്ടി മാത്രം പോകണമല്ല, എൻ്റെ ജന്മത്തിൽ നടക്കുകയില്ലാത്തൊരു കാര്യം എന്നെക്കൊണ്ട് നടക്കൂല എന്ന് വിചാരിച്ച ഒരു കാര്യം ഞങ്ങൾ സാധിക്കാൻ പോവുകയാണ്. വേറൊന്നുമല്ല, എൻ്റെ അടുത്ത് അവർ പല പ്രാവശ്യം ഇങ്ങനെ വിളിച്ച് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് സ്ഥലവും പേരെയും വെക്കണം, അതിന് ശേഷം നമുക്ക് ഇങ്ങനെ സാധനം മതി, ഇപ്പം എനിക്കത് വേണ്ട, ഞാൻ ഉള്ള ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളാം, എനിക്കത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു. അപ്പം അതിന് പകരം എനിക്ക് കുറേ പാത്രങ്ങൾ, കഴിഞ്ഞ ദിവസം ഓണക്കോടികൾ, അങ്ങനെ കുറേ ഐറ്റം അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എപ്പോഴും എൻ്റെ അടുത്ത് പറയും സുധി ഇങ്ങനെ സാധനം എനിക്ക് അയച്ചു തരാൻ മേടിച്ച് തരാൻ താല്പര്യമുണ്ട്, സുധി എൻ്റെ ഒരു ആഗ്രഹമായിട്ട് കരുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ, കാരണം നമുക്ക് കയറിക്കിടന്ന് സ്വന്തമായിട്ടൊരു പെരയില്ല, സ്ഥലമില്ല. അത് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇതൊക്കെ മേടിച്ച് കിടക്കുമ്പോൾ ആൾക്കാർ ആണേലും അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് തട്ടി മുന്നോട്ട് പോയത്. അപ്പോൾ ഇന്നലെ വിളിച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര ഇതായിട്ട് പറഞ്ഞു, സുധിമോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹമാണ്, സുധിയുടെ വീഡിയോയ്ക്ക് ഒത്തിരി ക്ലാരിറ്റി കുറവുണ്ട്, അതുകൊണ്ട് സുധിക്ക് ഒരു ഫോൺ മേടിച്ച് തരണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, അതുകൊണ്ടാണ് സുധി വേറെ ഒന്നും വിചാരിക്കണം, ആൾക്കാർ എന്ത് നെഗറ്റീവാണ് പറഞ്ഞോട്ടെ, പക്ഷേ ഇത് ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് സുധിക്ക് തരുന്നതാണ്, അതുകൊണ്ട് സുധി ഇത് സ്വീകരിക്കണം, അല്ലെങ്കിൽ എന്നെ നിഷേധിക്കുന്ന പോലെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ. ഇപ്പോൾ എനിക്കൊക്കെ ഭയങ്കര പ്രയാസമായി പോയതുകൊണ്ട് മാത്രം ഞങ്ങൾ ആ ഫോൺ എടുക്കാൻ പോവുകയാണ്. ആ കൂടെ ഇവർ ലുലു ഒന്നും കണ്ടിട്ടില്ല, ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പറഞ്ഞിട്ടുണ്ട് അവർ ലുലുവിൽ കയറ്റണം, അതിനുള്ള സാമ്പത്തികം അതും ഞാൻ തന്നോളാം എന്ന് പറഞ്ഞൊരു ഓഫർ വന്നതിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ പോകുന്നത്. എനിക്കൊരു ഫോൺ എടുക്കാനാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താകുമെന്ന്, എന്താണ് അവർ മേടിച്ച് തരുമെന്ന് പറഞ്ഞില്ല, നമുക്ക് പൈസ ഒന്നും തന്നിട്ടില്ല. അവർ പറഞ്ഞത് ഫോൺ എറണാകുളത്ത് കടയിൽ ചെന്നിട്ട് നല്ലൊരു കടയിൽ കയറിയതിന് ശേഷം നിങ്ങളൊരു ഫോൺ സെലക്ട് ചെയ്യണം, സെലക്ട് ചെയ്തിട്ട് വിളിക്കാനാണോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മുഖം കാണിക്കാനൊന്നും താല്പര്യമില്ല, വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തന്നെ, അവർക്ക് മുഖം കാണിക്കണം താല്പര്യമില്ല. അപ്പോൾ പറയുന്നതായിട്ടെങ്കിലും ഞാനൊരു വീഡിയോ എടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് ചെയ്തിട്ട് ഫോൺ എടുത്ത് ഇവരെ ലുലുവൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ കാണുന്നതായിരിക്കും. താങ്ക് യു. ഈ പാടത്തിനൊരു പ്രത്യേകത ഉണ്ട്, ആ കാണുന്ന സാധനം തുറക്കും, കപ്പലിങ്ങനെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും തുറന്ന് മാർക്കാ നിൽക്കും, അപ്പോഴത്തേക്ക് കപ്പലങ്ങ് പോകും. പണ്ടത്തെ കാലത്ത് അപ്പോൾ ചെറിയ ചെറിയ വണ്ടികളൊക്കെ മാത്രമേ കേട്ടോ അതിനെ വിടുള്ളൂ, വലിയ വലിയ ചരക്ക് വണ്ടികളോ അല്ലെങ്കിൽ വലിയ വലിയ വണ്ടി കാര്യങ്ങളൊന്നും വിടത്തില്ല, ചെറിയ കാറും ബൈക്കും മാത്രമേ അതിൽ വിടുള്ളൂ. അതിൽ കാണുന്നതിൻ്റെ അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ അത് വിമാനത്താവളമാണ്. പണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റും, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ. അതിപ്പോൾ നമുക്ക് നെടുമ്പാശ്ശേരിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്നങ്ങ് മാറി ഇപ്പോൾ ഇവിടെ ചെറിയ ചെറിയ വിമാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇറങ്ങുന്നത് കേട്ടോ, അല്ലാതെ വലിയ വലിയ ഇതൊന്നുമില്ല. നെടുമ്പാശ്ശേരിയാണ് ഇപ്പം മെയിൻ. പണ്ടത്തെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വരുന്നത് കേട്ടോ. ഇത് കണ്ട അടിപൊളി സാധനമാണ്. നമ്മളത് ഇതേതാണ് സ്ഥലം, വാത്തുരുത്തിലാണ് ശരിക്കും പറഞ്ഞത് സ്ഥിതി ചെയ്യുന്നത്. പട്ടാളക്കാരോ? അത് നേവൽ ബേസ് എന്തോ, അതൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടുള്ളത്. ഷിപ്പേൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ ഇത്, ഇതിലാണ് കയറേണ്ടത്. നമ്മൾ കപ്പലുണ്ടാക്കുന്ന സ്ഥലം ഇതിൻ്റെ അത് എന്തെല്ലാം അപകടങ്ങളും സ്ഫോടനങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ പരിശോധിക്കാനുള്ള സ്ഥലമൊക്കെ. അതിൻ്റെ വലിയൊരു മതിൽക്കെട്ട്, ഏക്കർ കണക്കിന് സ്ഥലത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ അകത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. അയ്യോ ആദ്യമായിട്ടൊക്കെ ഞാൻ ഈ സാധനം വന്ന് ചേട്ടയുടെ കൂടെ കണ്ടത് ഞാൻ കൊടുക്കുന്നത് വരവേഷം കൊള്ളുമായിരുന്നു. ഞാൻ കൊടുക്കുന്നത് കാറ്, അയ്യോ ചേട്ടായ കപ്പല് ചേട്ടായ, ഇപ്പം ഭയങ്കര വെള്ളമിട്ടാണ്. ഇപ്പം ഭയങ്കര മക്കള് കാണിക്കുമ്പോൾ ഞാൻ ഇവിടെ മക്കളെ പറ്റി സ്റ്റാറാണ്. ഞാൻ ഇവിടെ കിടന്ന് അർമാദിച്ച സ്ഥലമാണ്, കാറ് ബഹളം വെച്ച സ്ഥലം ഇതൊക്കെ ചേട്ടയുടെ കൂടെ വന്നപ്പോഴത്തേക്കൊക്കെ. അല്ലേ ഏട്ടായേ, ഏട്ടായ അല്ലേ നിനക്കനെ ഒരു മൂടില്ലാത്ത ചേട്ടാ. ഈ സാധനത്തെ പറ്റി കഴിഞ്ഞ ദിവസം എന്തൊരു കാര്യം പറഞ്ഞു തന്നില്ലായിരുന്നു ചേട്ടാ എനിക്ക്, ഈ കെട്ടിയ ചോപ്പ് ഹോൾഡറിന്റെ
എന്തോ വെയിറ്റ് എടുക്കുന്ന സാധനം ഷിപ്പിന്റെ അകത്ത് ഇരിക്കുന്നത്. ഇതാണ് ഷീറ്റും കപ്പലിന്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എത്തിക്കുന്നത്. ആണോ? ഇത് ഇവിടെ മാത്രമാണോ നമുക്കുള്ളത്? ഇത് ഈ കാണുന്ന സാധനം അപ്പുറത്ത് പുതിയ തുടങ്ങിയിട്ടുണ്ട്. അതല്ലേ ചേട്ടാ ചോദിച്ചാൽ ഇന്ത്യയിൽ നമുക്ക് ഇതാണ് ഏറ്റവും വലുത് അല്ലല്ലേ? അല്ലേ നമുക്ക് അധികാരം ഉണ്ടെന്ന് അറിയില്ല ചേട്ടാ കേസ്. അപ്പൊ ആൾക്കാർ കമന്റിലൂടെ നമുക്ക് പറഞ്ഞു തരിക ഇതൊക്കെ. നമ്മുടെ ഈ ഷിപ്പ്യാർഡിൽ നിന്നാണ് ആദ്യമായിട്ട് യുദ്ധക്കപ്പൽ ഇറക്കിയതൊക്കെ. ഇന്ത്യയിലോട് ഒരു യുദ്ധക്കപ്പൽ ഉണ്ടാക്കി ഇറക്കിയതൊക്കെ നമ്മുടെ ഷിപ്പ്യാർഡിൽ നിന്നാണ് കേട്ടോ. ഇവിടെ എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ നോക്കുവാണെങ്കിൽ ഇതാണെന്ന് തോന്നുന്നു. ഈ കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റ് അടിപൊളി സാധനം കേട്ടോ. ഈ സാധനം ഏറ്റവും വലുത് നമ്മുടെ ഈ കൊച്ചിയിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഷീൽഡൊക്കെ പൊക്കുന്ന സാധനങ്ങൾ ഏറ്റവും വലുതായിട്ട് കാണുന്നത് എൻ്റെ ഒരു ഊഹം കേട്ടോ. ഇനി അതല്ലാതെ ഉണ്ടാകും. പക്ഷെ ഞാൻ കണ്ടത് വെച്ചാൽ എനിക്ക് 1 ചക്ര സ്ഥലമല്ലേ എനിക്കറിയുള്ളൂ. അതിൻ്റെ അപ്പുറത്തുണ്ട് ഉണ്ടായാലും കേട്ടോ. നമ്മൾ ഇവിടെ ഒക്കെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ഇത് പറയുന്നത്. പിന്നല്ലാതെ എന്നാടാ ബോട്ടാണോടാ? അയ്യോ എനിക്ക് അങ്ങനെ പേടിയായിട്ടുണ്ട്. പോക്കായി വരുവോ? എനിക്ക് പേടിയുണ്ടു. ഉണ്ണൂന് പേടിയുണ്ടോ? നമ്മളെ കൊച്ചിന്റെ കയ്യാലാണ് കയറിയിരിക്കുന്നത്. മാറ്, വണ്ടി ഓടിക്കട്ടെ, നമ്മള് വീണ് പോകും. ഇവിടെ ഇങ്ങനത്തെ ഒരു വലിയ ഫ്ലാറ്റൊക്കെ നമ്മളെ ഈ കൊച്ചി വന്നിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം ഇത് കാണുന്നത്. ഭയങ്കര ഇതുണ്ടോ. ഇതുണ്ടോ ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ എന്നാട്ടായി പെട്രോള് കപ്പലിന് കൊണ്ടുവന്നിട്ട് ഇരുമ്പനത്തേക്ക് ഇവിടെ നിന്നാണ്. ഇതുണ്ടോ നല്ല ഭംഗിയായിട്ടോ. ഇരുമ്പനത്തേക്ക് പൈപ്പ് വഴി പെട്രോൾ അടിച്ച് കൊണ്ടുപോകുന്നത്. അവിടുന്ന് പിന്നെ സപ്ലൈ ചെയ്യും കേട്ടോ ഇരുമ്പനത്തു നിന്ന്. കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ പെട്രോൾ വന്നിട്ട് സേവ് ചെയ്ത സ്ഥലം. ഈ വഴി ഉണ്ടോ അത് മൂടിപ്പോയി. മധുരം ഒന്ന് കളഞ്ഞു. ശേടാ ഞാനൊന്ന് പറഞ്ഞ് മൂടായി വന്നപ്പോഴത്തേക്കും കുഴപ്പമില്ല അതിന് വേണ്ടി നിർത്തണ്ട. ഉണ്ടാ ഇവിടെ നിന്നാണ് പെട്രോൾ കപ്പലിന് കൊണ്ടുവന്ന് വെച്ചാൽ ഇരുമ്പനത്തോട്ട് പൈപ്പ് വഴി അടിച്ചെടുക്കും. അവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഓരോ പെട്രോള് കപ്പലാണ് കിടക്കുന്നത് കേട്ടോ. കിടക്കുന്നതാണ് പെട്രോളാണ് കിടക്കുന്നത്. പെട്രോൾ വണ്ടി കപ്പല് ആണോ? ഈ പൈപ്പൊക്കെ കേട്ടോ. ഇതൊക്കെ പൈപ്പാണ്. ഈ പൈപ്പ് വഴിയാണ് നമ്മൾ പെട്രോൾ ആ കപ്പലിൽ നിന്ന് അടിച്ച് ഇരുമ്പനത്തോട് എത്തിക്കുന്നത് കേട്ടോ. അങ്ങനെയുണ്ട് പണ്ടാരം പൈപ്പുകളാണ് കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കണ്ടു തീരാൻ പറ്റാത്ത സ്ഥലം ഈ എറണാകുളം ഉണ്ട് കേട്ടോ. കൊച്ചി എറണാകുളം സംബന്ധിച്ച് ഒത്തിരി സ്ഥലങ്ങൾ ഇതിനകത്തുള്ളൂ കണ്ടു തീരാനായിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇന്നുവരെ ഇങ്ങനെയൊന്നും പോയി കണ്ടിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ആകെ വരുന്നത് ഇവിടെ ഒരു സുഭാഷ് പാർക്ക് വരും. അത് ജില്ലാശ്രീ മരുന്ന് മേടിക്കാൻ വരുന്നത് കൊണ്ട് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് കൂടി അതിനകത്ത് കയറി പിള്ളേരെയൊക്കെ ഒന്ന് കയറ്റി അടുത്ത് ഊഞ്ഞാലൊക്കെ അടിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതുണ്ടോ നല്ല വ്യൂ ആണ് ഇത് കണ്ടോ. ഇവിടെ വന്നവർക്കൊക്കെ അറിയാൻ പറ്റും കേട്ടോ. ഇത് ഇവിടത്തെ ജില്ലാ കോടതിയാണ് കേട്ടോ. എറണാകുളത്ത് ജില്ലാ കോടതി. ഇനി നമ്മൾ കാണാൻ പോകുന്നൊരു സ്ഥലം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. അഭിമന്യു മഹാരാജാസ് കോളേജ്. അതാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ സുഭാഷ് പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ എന്നാന്ന് ഓർത്തുപോയി. നമ്മുടെ സുഭാഷ് പാർക്ക് എന്ന് പറഞ്ഞ പാർക്കാണ്. നമ്മുടെ എറണാകുളത്താണ്. ഇത് നമ്മുടെ സാധാരണ ജില്ലാ ആശുപത്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ. അത് ആശുപത്രി പോകുന്നവർക്കൊക്കെ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ സുഭാഷ് പാർക്കാണ് കേട്ടോ. പിന്നെ ഇതാണ് മഹാരാജാസ് കോളേജ്. ഇവിടെയാണ് നമ്മുടെ അഭിമന്യു വെച്ച സ്ഥലം കേട്ടോ. ഇതിനകത്ത് അകത്ത് നമുക്ക് കയറാൻ പെർമിഷൻ ഉണ്ടാകത്തില്ല. ഇല്ല ഞാൻ അതിൻ്റെ പയ്യൻ്റെ രജിസ്ട്രേഷൻ സ്ഥലമൊക്കെ നമ്മൾ കാണിച്ചു തന്നെ. അപ്പോൾ ചിലപ്പോൾ കോളേജ് പൂട്ടിയേക്കുന്നതാണോ എങ്ങനെ എന്നെ പെർമിഷൻ ഉണ്ടാകുന്നില്ല. അതിനാലും നമുക്ക് വരുന്ന വഴിക്ക് ഇത് കയറാൻ പറ്റുന്നതാണ് ഞാൻ എല്ലാവരും കാണിച്ചു തരാൻ ശ്രമിക്കാം കേട്ടോ. കാരണം എനിക്ക് കാണാൻ ആഗ്രഹമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒത്തിരി ആഗ്രഹമുള്ള സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ അകത്ത് കയറി അവൻ്റെ രക്തസാക്ഷി കണ്ടുപോകുന്നത് കാണണം ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നാലും നമുക്ക് നോക്കാം, പറ്റുമോ നോക്കാം. അവിടെ അഭിമന്യൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ നമുക്ക് കയറാൻ ശ്രമിക്കാം. പിന്നെ ഇത് സുഭാഷ് പാർക്ക്. സുഭാഷ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ നീണ്ടു കിടക്കുകയാണ് കേട്ടോ.
കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഞങ്ങൾ സുണ്ടപ്പനെ കൊണ്ടുപോയി കയറ്റി ആകെ തുള്ളി ചാടി മറിഞ്ഞ് സുണ്ടപ്പൻ ഭയങ്കര മോങ്ങി അതുകൊണ്ട് പോകുന്നത് ഭയങ്കര ബഹളമായിരുന്നു സുണ്ടപ്പന് ഇവിടെ പോകുന്നതിന്. അല്ലേ ഉണ്ടുവേ ഊഞ്ഞാലാടിയില്ലല്ലോ ഉണ്ട് ചുണ്ടുന് ഊഞ്ഞാലാടണോ നിനക്ക്? അയ്യോ കാണണോ നിനക്ക്? എന്നിട്ടാണ് കാണണ്ടേ? ഊഞ്ഞാലെല്ലാം കാണണോ? ആ ചുമ്മാ തിന്നാ മതി. ആ അമ്പമൊക്കെ ഉണ്ട്. ആ ഇതാണ് ജട്ടി മേനക. മേനക ജട്ടി എന്നൊക്കെ പറഞ്ഞ സ്ഥലം. പണ്ട് ഞാൻ ഈ ജട്ടി മേനയുടെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര കോമഡിയാണ്. ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയ സമയത്ത് പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് എറണാകുളത്തിൽ വരുന്ന സമയത്താണ്. അപ്പോൾ ഓരോരുത്തർ ഒരു മേനക ഒരു പത്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ അവനോട് പേര് പറഞ്ഞാലായിരിക്കും ടിക്കറ്റ് തരുന്നതെന്ന്. അങ്ങനെ ഞാൻ ചാടി ടിക്കറ്റ് കാണാൻ ഒരു സുധിയെന്ന് പറഞ്ഞ ആളാണ്. അത് ഈ മേനക പത്മ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരും. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ അതൊക്കെ അബദ്ധം കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഇതുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഫുട്പാത്ത് സാധനമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വില കുറച്ച് കിട്ടണം. ചിലപ്പോഴൊക്കെ വലിയ വലിയ ആൾക്കാരെ കിട്ടണമെന്നൊക്കെ ഇവിടുത്തെ സാധനമായിരിക്കും എനിക്ക് തോന്നുന്നത്. വില കുറച്ച് കിട്ടും. നല്ല ബൊമ്മകളും ഡ്രസ്സുകൾ കംപ്ലീറ്റ് സാധനം കിട്ടും. വഴി സൈഡിൽ തന്നെ ഇങ്ങനെ ഉണ്ടാകും കേട്ടോ. സുണ്ടപ്പൻ്റെ കണ്ണൊക്കെ അടച്ചു നോക്കട്ടെ. അതൊന്നും കാണിക്കല്ലേ. കടിച്ചു പറിക്കാ സുണ്ടപ്പ പാവയൊക്കെ കടിച്ചു പറിക്കും കേട്ടോ. അതിലൊന്നും നോക്കല്ലോ കേട്ടോ. ആ പാവയില്ലേ പാവ ചുണ്ടൂനെ കണ്ടിട്ട് കടിക്കും നോക്കിയ. ആ അങ്ങനെയാ. ഇത് കണ്ടോ ഡ്രസ്സിന്റെ ഒരു പണ്ടത്തെ തന്നെ ഏട്ടേ. പണ്ട് ഇത് ഭയങ്കര ഫേമസ് അല്ലായിരുന്നു ഈ കട. ജട്ടി അല്ലേ? നിങ്ങൾ തെറ്റിദ്ധരിക്കും. ജട്ടിയാണ് കേട്ടോ. ആ വാക്കൊന്നും ആരും തെറ്റിദ്ധരിച്ച് മാറിയെടുക്കരുത്. ജട്ടി അതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള നമുക്ക് വില പേശി മേടിക്കാം. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഇച്ചാത്തിൻ്റെ ഫ്രണ്ടിൻ്റെ കടയിലാണ് കേട്ടോ നമ്മളിത് മേടിക്കാൻ പോണത്. കാരണം അവർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അവനോട്. അപ്പോൾ നമ്മളെ വില കുറച്ച് എന്താണ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കടയിലോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ അവരുടെ ഹെൽപ്പ് അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സുചേച്ചി എന്നു നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താണ് അവൻ ചെയ്ത് തന്നോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കടയിൽ ചെന്ന് മേടിക്കാൻ ഓർത്താണ് പോകുന്നത്. അവർക്ക് ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര നല്ലൊരു കാര്യം നമുക്ക് നടക്കുന്നതല്ലേ, നിങ്ങളും നമുക്ക് ഒരുമിച്ച് എടുക്കാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു വേണ്ട സുചേച്ചി ഞങ്ങൾക്ക് വേറെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തൃശ്ശൂരല്ലേ, ഞങ്ങൾ ഇവിടുന്ന് വരവ് പാടാണ്, ഒരു ടൈം എടുക്കും ഇവിടെ എത്തുമ്പോഴത്തേക്കും. അതുകൊണ്ട് സുചേച്ചി പൊക്കോ, ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ പൊക്കോ, ഇതൊന്നും പേടിക്കണം ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സുചേച്ചി പോയി എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഫോൺ എടുത്തിട്ട് അത് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇനി. അപ്പോൾ കടയിൽ ചെന്നുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഹായ്, നമ്മളിപ്പോൾ ജിസിഡിസിലാണ് വിദ്യാഭ്യാസത്തിന് കൂടുതലാണ് നമുക്കതൊന്നും അറിയാൻ പറ്റാതെ മറന്നുപോകും. ഇത് നമ്മൾ ഇച്ചാച്ചി നമുക്ക് പരിചയപ്പെടുത്തി തന്ന ആളാണ്. നമ്മുടെ കടയുടെ പേര് മൈ ഷോപ്പ്. എപ്പോഴും മറന്നുപോകും. മൈ ഷോപ്പ്. ഇതിന് മുന്നേ നമ്മൾ ചെറിയ സാധനങ്ങളൊക്കെ വന്ന് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞ് ചേച്ചി അവിടെ തന്നെ പോയി എടുക്കണം. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്തിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവിടെ തന്നെ പോയി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ട് ഫോൺ നോക്കാനും എടുക്കാനൊക്കെ എല്ലാം ഇത്രയൊക്കെ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഫോണിൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നു. ഒരു വ്ലോഗ് ചെയ്യണമെങ്കിൽ ഏതാണ് ഫോൺ നല്ലത്, അതെന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ പറയാമെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്ന ആളാണ് കേട്ടോ. ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി പൈസയൊക്കെ കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ ഒരാൾ എടുത്തു തരുന്ന ഫോണാണ്. അപ്പോൾ ആ പുള്ളി വിളിച്ച് 3-4 ഫോൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ പുള്ളിക്കാർ പറഞ്ഞ് വിളിച്ച് തീരുമാനിക്കട്ടെ എന്ന് ഓർത്ത് വെച്ചേക്കാണ്. അപ്പോൾ പുള്ളിക്കാരൊന്ന് വിളിച്ചിട്ട് ബാക്കി തീരുമാനങ്ങളാണ്. ഹലോ, ഞങ്ങളെ ഫോൺ നോക്കിയിട്ടോ ചേച്ചി. അപ്പോൾ 4 ഫോണാണ് നോക്കിയേക്കുന്നത്. ഒന്ന് ഓപ്പോയുടെ ഉണ്ട്, റിയൽമി ഉണ്ട്, ഐക്യു ഉണ്ട്, ഐഫോണുണ്ട്. അപ്പോൾ നമ്മുടെ കടയിലെ ചേട്ടൻ പറയുന്നത് ഐഫോൺ ആയിരിക്കും വ്ലോഗ് ചെയ്യാൻ ഏറ്റവും നല്ലത്, അതാകുമ്പോൾ ഒരു അസറ്റായിട്ട് കൂടെ ഉണ്ടാകും എന്നാണ് പറയണത്. അപ്പോൾ എല്ലാ ഫോണും നല്ലതാണ്. ഇച്ചിരി ഗ്യാരണ്ടി ഇച്ചിരി നല്ലതും ഐഫോണാണ് പാട്. അപ്പോൾ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അതാണ് വിളിച്ചത്. അതെ, അത് തന്നെ എടുക്കാം. അപ്പോൾ പൈസയുടെ പേയ്മെന്റ് അപ്പോൾ എനിക്ക് ഇട്ട് തരുവാണോ അതോ കടയിലോട്ട് പേയ്മെന്റ് ചെയ്യും, എങ്ങനെയാണ്? അപ്പോൾ ഓക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ചേച്ചി. ഓക്കെ
ഭയങ്കര സന്തോഷമായി. ഞാൻ ഈ ഫോണല്ല ഉദ്ദേശിച്ച് വന്നത്, ആ റെഡ്മിയൊക്കെയാണ് ഉദ്ദേശിച്ചത്. ചേച്ചി എനിക്ക് ഇത് മേടിച്ച് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് iPhone 15 Pro എന്ന് പറയുന്ന ഫോണാണ്. 15 Pro ഇതൊക്കെ തന്നെയാണ് 15 Pro എന്ന് പറയുന്ന ഫോണാണ്. അപ്പോൾ ഇത് ഭയങ്കര സന്തോഷമായി. ഇത് 71 രൂപ വില പറഞ്ഞായിരുന്നു, നമുക്കൊരു 63 രൂപയ്ക്ക് തന്നു കേട്ടോ ടീമോ. ഭയങ്കര സന്തോഷമാണ്. ഈ കട ഒരിക്കലും മറക്കരുത്. മൈ ഷോപ്പ് എനിക്ക് എപ്പോഴും മാറിപ്പോകുവാണ് ഈ സാധനം. മൈ ഷോപ്പ് എന്ന് പറയുന്ന കടയാണ്. ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് നമുക്കൊക്കെ നല്ല രീതിയിൽ അവിടെ മനസ്സറിഞ്ഞ് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം. ഇപ്പോൾ പൗച്ചൊക്കെ ആണെങ്കിലും ഒത്തിരി പൗച്ച് കൊണ്ട് വെച്ചിട്ട് എന്നോട് ഇഷ്ടമുള്ള എടുത്തോളാനാണ് പറഞ്ഞത്. അപ്പോൾ പൗച്ചൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ സ്ക്രീൻ ഗാർഡ് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. നല്ല വില കുറവിൽ തന്നെ കിട്ടും. നമ്മളെ മനസ്സറിഞ്ഞ് തന്നെ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമുക്ക് മേടിച്ച് തരും. ഈ ചിരിക്കുന്ന ആളൊന്നും അല്ല, നല്ല പവർ ടീമാണ് കേട്ടോ. വീഡിയോ അവിടെ ഓണാക്കി കഴിയുമ്പോൾ ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. സൈലന്റ് ഒന്നും ഒരാൾ അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സറിഞ്ഞ് പറഞ്ഞു തരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് സാധനം ഉണ്ടെങ്കിലും നമുക്ക് ഞങ്ങൾ ഇവിടെ തന്നെ ഇനി ഒന്ന് എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യം നമ്മൾ മനസ്സറിഞ്ഞ് എല്ലാം നമുക്ക് ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളുടെ ഫോണിൻ്റെ ആണെങ്കിലും ഓരോ ഇതിൻ്റെ സിമ്മിൻ്റെ ആണെങ്കിലും എല്ലാം നമുക്കൊരു പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇന്നതായിരിക്കും നല്ലത്, ഇന്നത് ചെയ്താൽ നല്ലതായിരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൂടെ തരും. ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും അറിയാലോ, എനിക്ക് വിദ്യാഭ്യാസം കൂടുതലായതുകൊണ്ട് വലിയ അറിവും ബോധമൊന്നുമില്ല. അതൊക്കെ എനിക്ക് കറക്റ്റാണ്. ഒരു കൂടപ്പുറപ്പിൽ നിന്ന് ഓരോ നീനെ പറഞ്ഞ് ഈ ഫോൺ ഇതായിരിക്കും ചേച്ചി ഇങ്ങനെ അന്നൊക്കെ ഓരോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ച് നീ ഇതുമായിട്ടുള്ള അംഗംപെട്ടായിരിക്കും ഇനി മുക്കറ ചെയ്തത്. ഇത് മലയാളമൊന്നുമില്ല, മൊത്തം ഇംഗ്ലീഷാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കാണും. എന്നാലും നമ്മുടെ വീഡിയോ നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോ ആയിരിക്കും വരുന്നത്. ഭയങ്കര സന്തോഷമായി കേട്ടോ. ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എനിക്കിത് മേടിച്ചു തന്ന നമ്മുടെ ചേച്ചിയോടാണ് എനിക്ക് ഏറ്റവും സന്തോഷവും നന്ദിയും കടപ്പാലും ഉണ്ട്. എന്ത് പറയാം, നമ്മളിത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഫോണ്. ഞാൻ സാധാരണ ഫോണാണ് ഉദ്ദേശിച്ച് വന്നത്. എനിക്കതിനെ വാങ്ങിത്തരാൻ കാണിച്ച ആ മനസ്സോട് ഒത്തിരി നന്ദി പറയുന്നത്, കൈ കൂപ്പി നന്ദി പറയുന്നത്. പിന്നെ ഇതെനിക്ക് സെലക്ട് ചെയ്ത് തന്നാൽ ഈ ആളോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കട ഇവിടെയാണ്, മറൈൻ ഡ്രൈവിൻ്റെ അകത്ത് GCDA അകത്താണ് ഈ കട. എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. നല്ല ആളാണ് കേട്ടോ, നല്ല മനസ്സാണ് പുള്ളിയുടെ. അത് ഞാൻ പൊക്കി പറയുന്നല്ല, വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല. നല്ല മനസ്സ്. നമ്മൾ വന്നപ്പോൾ നമ്മൾ ഭയങ്കര സപ്പോർട്ട് ചെയ്താണ് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്തും പറഞ്ഞു തന്നെ കേട്ടോ. ഞാൻ വന്നപ്പോൾ ഞാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരാൾ വാങ്ങിത്തരായിരുന്നു, ഗൂഗിൾ പേ ആയിരിക്കും, അതെങ്ങനെയാണ്. ഇപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കുഴപ്പമില്ല. ടീച്ചറാരുമായിട്ട് ചേച്ചിക്ക് നല്ലൊരു ഫോൺ ഞാൻ സെലക്ട് ചെയ്ത് തരും, നിങ്ങൾക്ക് ബ്ലോഗ് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവനും അതാണ് പറഞ്ഞത്, ഐഫോൺ ആകുമ്പോഴത്തേക്കും പിന്നെ ഒരു കംപ്ലയിൻ്റ് ഒന്നും വരികയല്ല, നമുക്കൊരു അക്സെപ്റ്റാണ് നമ്മൾ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണെന്ന് എനിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരും അത് തന്നെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഭയങ്കര സന്തോഷം. എനിക്കത് മേടിച്ച് തന്നോളൂ. നമ്മളിന്ന് അവിടെ ഭയങ്കര തകർക്കൊന്ന് പായസമൊക്കെ വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ. ഓക്കെ, താങ്ക് യു. ഇതൊരു പൊതിഞ്ഞൊരു വർണ്ണക്കടലാസിലൊക്കെ ആയിരുന്നു. കടലാസും കളഞ്ഞോ? അത് കളഞ്ഞ് അതുകൊണ്ട് തന്നെ ഇപ്പം കാണിച്ചേക്കാം. നല്ല ഭംഗിയുള്ളൊരു പാത്രമാണ് കേട്ടോ. ഇതാണ് നമുക്കിപ്പോൾ ഫോൺ മേടിച്ചപ്പോൾ ഐഫോൺ മേടിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതൊരു വർണ്ണക്കടലാസ്. ഇപ്പോൾ നല്ല ഭംഗിയായത് കാണാൻ സുണ്ടപ്പം അപ്പം തന്നെ വലിച്ചു കുറച്ച് ദൂരോട്ട് പോകും. ഈ സുണ്ടപ്പൻ അത് അറുമാസത്തിന് ഒക്കെയാണ് ഐസ്ക്രീം നിന്നു. സുണ്ടപ്പ ആയി പറയാം. അയക്കുന്നില്ല, അയക്കും.